വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശിലകളെ പറ്റിയാണ്. ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ശിലാവിജ്ഞാനീയം, അതായത് പെട്രോളജി. ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെട്രോളജി. ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്കനുസരിച്ച് ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ. ആദ്യം തന്നെ നമുക്ക് നോക്കാം ആഗ്നേയ ശിലകൾ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിനുള്ളിൽ വെച്ചോ തണുത്തിറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്നേയശിലകളെ പ്രാഥമിക ശിലകൾ, അടിസ്ഥാന ശിലകൾ, ശിലകളുടെ മാതാവ്, പിതൃശില എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശിലകൾ. നെക്സ്റ്റ് വരുന്നതാണ് അവസാദ ശിലകൾ. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അവ എന്തായി പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. പിന്നീട് ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അതിന് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ല്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവസാദ ശിലകളെ അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വരുന്നതാണ് കായാന്തരിക ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികപരമായിട്ടും അതുപോലെ തന്നെ രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെയുള്ള രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ കായാന്തരിക ശിലകൾ എന്ന് പറയുന്നു. താപം അല്ലെങ്കിൽ മർദ്ദം അങ്ങനെയുള്ള ഭൗതികപരമായും രാസപരമായും ഉണ്ടാകുന്ന ശിലകൾക്ക് ഉണ്ടാകുന്ന മാറ്റം, അങ്ങനെ രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് മാർബിളും സ്ലേറ്റും. കായാന്തരിക ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിളും സ്ലേറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് കായാന്തരിക ശിലകൾ, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായാന്തരിക ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിക ശിലകൾ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ശിലകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. താങ്ക് യു.